നമസ്കാരം. കേരള ടെക് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളിൽ പലർക്കും ഒരു ചോദ്യമുണ്ടാകാം. BTech കഴിഞ്ഞിട്ട് കുറച്ചു കാലമായി, സിലബസ് വലുതാണ്, എങ്ങനെ ഫൗണ്ടേഷൻ മുതൽ പഠിച്ചു തുടങ്ങും, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ചോദ്യങ്ങൾ കാണുമ്പോൾ പേടിയാണ് അല്ലേ? ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ വന്നിട്ടുണ്ടാകാം. പേടിക്കേണ്ട, ഇത് തികച്ചും സാധാരണമാണ്. നിങ്ങളുടെ BTech അടിസ്ഥാനം ശക്തമാണ്, ഒരു കൃത്യമായ പ്ലാനും ഉണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് ഒരു തടസ്സമാകില്ല എന്നാര് പറഞ്ഞു? ഞാൻ ഉറപ്പ് പറയണു. ഓക്കെ, ആദ്യം നമ്മുടെ PSC പരീക്ഷയുടെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാം. ഇതാണ് അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പോസ്റ്റിനുള്ള ഡീറ്റെയിൽ സിലബസ്. കഴിഞ്ഞ പ്രാവശ്യം കേരള PSC പുറത്തുവിട്ട സിലബസാണ് ഇത്. മൊത്തം 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. അതിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്, മാഗ്നറ്റിക്കൽ സർക്യൂട്ട്സ്, പിന്നെ DC ജനറേറ്റർ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം, പവർ ഇലക്ട്രോണിക്സ്, മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, ട്രാൻസ്ഡ്യൂസർ, ഇങ്ങനെ 10 സിലബസ് ടോപ്പിക്കുകളാണ് തന്നിരിക്കുന്നത്. ഇതിൽ പല സബ് ടോപ്പിക്കുകളും നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ ട്രാൻസ്ഡ്യൂസറിൽ എന്തൊക്കെ വരുന്നു, അതേപോലെ സിഗ്നൽസിൽ എന്തൊക്കെ വരുന്നു എന്ന് പഠിക്കേണ്ടതെന്നും കൂടി നിങ്ങൾക്ക് ഇതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മൊത്തം 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. സിലബസ് തന്ന ഈ എല്ലാ ടോപ്പിക്കുകളിൽ നിന്നും 10 ചോദ്യം വീതമാണ് നമ്മൾ എക്സാമിന് പ്രതീക്ഷിക്കേണ്ടത്. അതായത് 10 മാർക്ക് ആണ് ഓരോ ടോപ്പിക്കിനും അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ്, അതായത് 075/2022 ആൽഫ കോഡുള്ള നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഒരു യഥാർത്ഥ ചോദ്യപേപ്പർ. പറഞ്ഞ പോലെ ഇതിൽ മൊത്തം 100 ചോദ്യം, 1 മണിക്കൂർ അര മിനിറ്റ്, അതായത് അറൗണ്ട് 90 മിനിറ്റ്സ്. അങ്ങനെ പറഞ്ഞാൽ മൊത്തം 100 ചോദ്യങ്ങൾക്ക് 90 മിനിറ്റ്സ് ആണ് സമയം. അതായത് ഒരു ചോദ്യത്തിന് ഏകദേശം 54 സെക്കൻഡാണ് നമുക്കുള്ളത്. ഇതിൽ നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്, അത് നമുക്കറിയാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കോമൺ ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവർ തന്ന പഴയ സിലബസ് പ്രകാരം തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. 10 ചോദ്യം വീതം ഓരോ സിലബസ് നിന്നും എടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ ഇത് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ ഗെയിം ചേഞ്ചർ. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഗെയിം ചേഞ്ചർ എന്ന് ഉദ്ദേശിച്ചത്, നമ്മൾ ഇവിടുന്ന് ഹൈ ഈൽഡിങ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ തന്നെ ഏതൊക്കെ ടോപ്പിക്ക് വളരെ വ്യക്തമായി പഠിക്കണം, അല്ലെങ്കിൽ പഠിച്ചാൽ അത് കൂടുതൽ ചാൻസ് ഉണ്ട്, ഏതൊക്കെ ഫോർമുലാസ് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഈ ഒരു ഡോക്യുമെൻറ്റിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ സ്മാർട്ട് ലേണിംഗ് ആക്ച്വലി നമ്മൾ തുടങ്ങുന്നത്. ഓരോ വിഷയത്തിൽ നിന്നും എത്ര ചോദ്യങ്ങൾ വന്നു, ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നത്, വിദ്യാർത്ഥികൾ ഏത് ഭാഗത്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നും ഈ അനാലിസിസ് വ്യക്തമാക്കുന്നു അല്ലേ? നമുക്കിതിൽ കാണാം ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് എന്തൊക്കെയുണ്ട്, കീ ഏരിയാസ് കവേർഡ്, എങ്ങനെ സ്റ്റുഡൻസ് നമ്മൾ ഏത് ഏരിയ സ്റ്റുഡൻസ് ഫോക്കസ് ചെയ്യണം എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ച സിലബസ് പ്രകാരം തന്നെയാണ് ചോദ്യങ്ങൾ. ആദ്യത്തെ 10 ചോദ്യം നമുക്ക് വന്നിരിക്കുന്നത് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് എന്നാണ്, പിന്നെ മാഗ്നറ്റിക്കൽ സർക്യൂട്ട്സ് എന്നാണ് അടുത്ത ചോദ്യങ്ങൾ. കറക്റ്റ് ഓർഡറായിട്ട് തന്നെയാണ് എല്ലാം വന്നിരിക്കുന്നത് ഏകദേശം. ഓക്കെ, അതിൽ നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് മെയിനായിട്ട് നമ്മൾ സ്റ്റുഡൻസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാൻ ഇപ്പുറത്ത് ലാസ്റ്റ് കോളത്തിലും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ അനാലിസിസാണ് നമ്മുടെ പഠനത്തിൻ്റെ ആക്ച്വൽ ബ്ലൂ പ്രിൻ്റ് എന്ന് നമുക്ക് പറയാം അല്ലേ? കാരണം ഇത് നോക്കി നമ്മൾ ഈ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചാൽ നമ്മൾ ഏകദേശം എക്സാമിന് റെഡിയായി തന്നെ നമുക്ക് പറയാം അല്ലേ? ഈ ഒരു ടോപ്പിക്കുകളൊക്കെ മാക്സിമം കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഏകദേശം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റി നമ്മളെ ഒരു സെൽഫ് അനാലിസിസ് ടെസ്റ്റ് ചെയ്താൽ നമ്മൾ ഏത് ലെവലെത്തി, ഇനി നമ്മൾ ഏതൊക്കെ പാർട്ട് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇതിനൊക്കെ നമ്മൾ കേരള ടെക് അക്കാഡമി സഹായിക്കുന്നതാണ്. ഓക്കെ, ഈ അനാലിസിസിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ 10 ആഴ്ചയിലെ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. നിങ്ങൾക്കിപ്പോൾ ചോദ്യങ്ങൾ അറിയില്ലെങ്കിൽ
പോലും വിഷമിക്കേണ്ട. അതിൻ്റെ സൊല്യൂഷൻ വായിച്ച് മനസ്സിലാക്കുക. ഒരു സൊല്യൂഷൻ മനസ്സിലാക്കുന്നതിലൂടെ ആ ടോപ്പിക്കും അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളും പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ 10 ആഴ്ചത്തെ പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ഓരോ ആഴ്ചയിലും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യത്തെ ആഴ്ചയിലെ ടോപ്പിക്, ആഴ്ചയിലെ സിലബസ് ടോപ്പിക്കിനെ കുറിച്ചൊരു ഡിസ്കഷൻ ഉണ്ടാകും. പിന്നെ അതിൻ്റെ ചീറ്റ് ഷീറ്റും കീ ഫോർമുലാസും നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം ഒരു മോക്ക് ക്വസ്റ്റ്യൻ ടെസ്റ്റും ഒരു 10 മാർക്കിൻ്റെ ഒരു മോക്ക് ക്വസ്റ്റ്യൻ ടെസ്റ്റും ഉണ്ടാകുന്നതാണ്. ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻസും ആ സൊല്യൂഷൻസ് ബന്ധപ്പെട്ട ടോപ്പിക്കുകളും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഉദ്ദേശിച്ച ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആയിരുന്നു. അല്ലെ, വീക്ക് 1 ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആണ്. നമ്മൾ ഇതിൻ്റെ ഒരു ചീറ്റ് ഷീറ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലുണ്ട്, എല്ലാവിടെയും ഉണ്ട്. നിങ്ങൾക്ക് അതുകൂടാതെ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതൊന്നും കിട്ടാത്തവർ നമ്മുടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ടെലഗ്രാമിലും വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്താൽ നമുക്കിതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ വീക്കിൽ ഇതൊക്കെയാണ് നമ്മൾ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത വീക്കിൽ മാഗ്നറ്റിക് സർക്യൂട്ട്സ് പ്രോപ്പർട്ടീസ്, അതേപോലെ അതിൻ്റെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മൾ കവർ ചെയ്ത് പോകും. അതേപോലെ അതിൻ്റെ അടുത്ത വീക്ക് DC ജനറേറ്റർ ആൻഡ് മെഷീൻസ്, പിന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ പവർ ഇലക്ട്രോണിക്സ്, കൺട്രോൾ സിസ്റ്റം, സിഗ്നൽ സെൻസ് സിസ്റ്റം, പിന്നെ മെഷർമെൻറ്റ്സ്, പിന്നെ ട്രാൻസ്ഡ്യൂസർ. ഇങ്ങനെ 10 വീക്കുകളാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം നമ്മളൊരു സെപ്റ്റംബർ ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം നമ്മൾ ഒരുവിധം എല്ലാ സിലബസിൻ്റെ സബ്ജക്റ്റുകളും കവർ ചെയ്ത് കഴിയും. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് കോൺസെൻട്രേഷൻ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അതായത് നമ്മൾ ബിറ്റ് ബൈ ബിറ്റ് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ലേണിംഗ് ടെക്നിക്കിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അതായത് നമ്മളൊരു ക്ലാസ് റൂം പോയി കുറേ നേരം ക്ലാസ് ഇരുന്ന്, നമുക്കറിയാം നമ്മളൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുകയാണെങ്കിലും നമുക്ക് അപ്പോഴത്തെ നമുക്കൊരു കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, ആ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ കിട്ടുന്ന ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതിലേക്ക് മാറും. നമുക്കിങ്ങനെ എപ്പോഴും അടുത്തത് വേണം. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു ചീറ്റ് ഷീറ്റ് ഇട്ടു കഴിഞ്ഞ ആഴ്ച വീക്ക് 1 അതായത് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൻ്റെ ഒരു ചീറ്റ് ഷീറ്റ് ഇടും. അപ്പോൾ നമുക്ക് സ്വാഭാവികമാണ് നമുക്ക് അടുത്ത ഡോക്യുമെൻറ്റ്സ് ഇതുപോലെ അടുത്തത് നമുക്ക് ലഭിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അടുത്തത് ഇനി കിട്ടുമോ, അടുത്തത് എവിടെയെന്നുള്ളൊരു ടെൻഡൻസി നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. നമ്മളെപ്പോഴും സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോയാൽ നമുക്ക് എപ്പോഴും പഠിച്ച കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ മനസ്സിലിരിക്കുകയും ചെയ്യും. പിന്നെ നമുക്കത് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യകതയും വരാതിരിക്കാനും നമുക്ക് ശ്രമിക്കാൻ പറ്റും. ഈ 10 ആഴ്ചയിലെ സൈക്കിൾ കഴിയുമ്പോൾ നിങ്ങൾ ഏകദേശം റിഫ്രഷ്ഡ് ആകും. ഓൾമോസ്റ്റ് നിങ്ങൾ ഒരുവിധം എല്ലാ ടോപ്പിക്കുകളെക്കുറിച്ചും ഏതാണ്ടൊരു ഐഡിയ കിട്ടും. ഈ 10 വിഷയങ്ങളെക്കുറിച്ചും 10 സബ്ജക്റ്റുകളെക്കുറിച്ചും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നിങ്ങൾക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നു. നോട്ടിഫിക്കേഷൻ ഏകദേശം 16-ാം തീയതി, അത് ജൂലൈ 16-ാം തീയതി ആകുമ്പോഴേക്കും അവസാനിക്കും 2025. പരീക്ഷ നടക്കാൻ ചിലപ്പോൾ ഒരു വർഷം വരെ സമയമുണ്ടാകാം. ചിലപ്പോൾ ഒരു വർഷം എന്തായാലും, കഴിഞ്ഞ വർഷം നടന്നപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് എക്സാം ഉണ്ടായത്. ആ സമയം നമ്മൾ കണ്ടിന്യൂസ് റിവിഷൻ ചെയ്യാനും അതുപോലെ അഡ്വാൻസ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനും പല സബ്ജക്റ്റുകളും നമുക്ക് അറിയാത്ത ഭാഗങ്ങൾ കൂടുതൽ പഠിക്കാനും കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാനും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, അല്ലേ? ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടോപ്പിക്കിൻ്റെയും വീഡിയോ ലെസൺസ് നമ്മൾ ഇടുന്നതായിരിക്കും. ഏതെങ്കിലും പ്രത്യേക ടോപ്പിക്കുകൾ അല്ലെങ്കിൽ സബ്ജക്റ്റിനെ കുറിച്ച് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് വഴിയോ ടെലഗ്രാം വഴിയോ നിങ്ങൾക്ക് ഇടാൻ സാധിച്ചാൽ അത് പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.